കുട്ടിയെ വണ്ടി എടുത്ത് നിക്ക്. ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? താൻ കേറ്. നെന്മാറ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ വന്നിരുന്നു. നമ്മളോട് ഉടനെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞിരുന്നു. അതാണോ പ്രശ്നം? പ്രശ്നം അതല്ല, അയാൾ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചത് ആ പെണ്ണിനോടാ. അവൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അവൾ കിടന്ന് ഉരുണ്ടു. പണ്ടാരടങ്ങാൻ ഓരോ കുരിശുകൾ വന്ന് പെടണത്. പുലിവാല് കുടിക്കാൻ ഇങ്ങനെ കുടിക്കണോ? ഇളിച്ചത് മതിയിടോ. ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ? ഓ, വാങ്ങിക്കൊടുത്തു. അമ്മാമ്മ എന്താ പറഞ്ഞേ? അമ്മാമ എന്നെ ഇരുത്തി ഒന്ന് വീശി, ഒരു പാട്ട് പാടി, ഒരു കഥയും പറഞ്ഞു. ദേ, എന്നോടിപ്പോ ഒന്നും മിണ്ടാ നിക്കണ്ട. ആകെ പ്രശ്നമായിട്ടാ നിക്കണേ. എന്താ വീരപ്പ പറ്റിയത്? എന്റെ പൊന്നു പെങ്ങളെ, വീരപ്പ വീരപ്പ എന്നിങ്ങനെ വിളിക്കല്ലേ. എന്റെ പേര് കുഞ്ഞാലു എന്നാ. കുഞ്ഞാലു, വീട്ടിലെ വിവരങ്ങളൊക്കെ ചോദിച്ചു പറയോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, തർക്കുത്തരേ കിട്ടുള്ളൂ. ആ ചൂടൊന്നും അങ്ങോട്ട് ആരിക്കോട്ടെ. എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല. സമാധാനക്കേടൊന്നും വേണ്ട. വേണ്ട പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാവില്ല. കല്യാണം നടക്കും. എങ്ങനെയാ നന്ദി പറയണ്ട? ഓ, നന്ദിയൊന്നും വേണ്ടേ. സംഗതി കുഴപ്പമാവൂ. എന്ത്? ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മളിപ്പോ എന്താ സംസാരിച്ചേ? നന്ദി. മണ്ണാങ്കട്ട. എടോ, ആ പോലീസുകാരൻ വന്ന് ഇവളെ കണ്ടത് കുഴപ്പമാവൂന്ന്. അത് ചിലപ്പോ കുഴപ്പമാവും. ഇവള് രണ്ടാമത് ഇവിടെ വന്ന് പെട്ട കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. ഏട്ടത്തിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയും ഏട്ടനും അറിഞ്ഞ പ്രശ്ന. അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയും മോനും വന്ന് കൂട്ടിക്കൊണ്ടിരിക്കോളും. അവര് വന്ന് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാനിവിടെ നിന്നോളാം. മേനം കൂട്ടി തന്നെ പോ. ആ ഒമേഗ ട്രാവൽസുകാര് ഇപ്പോഴും അവളുടെ പിന്നാലെ ഉണ്ട്. ഇവിടെ വെച്ചൊരു അപകടം ആ സ്ത്രീക്ക് സംഭവിച്ചൂടാ. അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഹലോ, 4336. അതെ, കൊടുക്കാം. ആരാ? നെന്മാറ സ്റ്റേഷനിൽ നിന്ന്. അതെ, പറയടാ. ഞാൻ വന്നപ്പോ കുറച്ച് ലേറ്റായി. കല്യാണത്തിന്റെ തിരക്കില. സ്ത്രീയോ? ഇല്ല, അവൻ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ ഒരു ട്രൈബൽ പെൺകുട്ടിയുണ്ട്. കറുത്തിട്ടാ. അതാരാ? ചോദിച്ചില്ലേ? കസിൻ സിസ്റ്ററോ? ശരി, ചോദിക്കട്ടെ. മാലതി. എടി മാലു, എന്താ? നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നെല്ലിയാമ്പതിയിൽ അവന്റെ അടുത്തുണ്ടോ? ആരടുത്ത്? രഘുവിന്റെ അടുത്ത്, അല്ലാണ്ട് ആരുടെ അടുത്ത്? എനിക്കറിയില്ല. നിന്നോടൊന്നും പറഞ്ഞില്ലേ അവൻ? എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കുന്നുണ്ട്. എന്താ? നെല്ലിയാമ്പതി പോലീസുകാരൻ ചെന്നപ്പോ അവന്റെ ബംഗ്ലാവിൽ ഒരു പെണ്ണുണ്ടായിരുന്നത്രേ. അത് അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വന്നതായിരിക്കും. ഫ്രണ്ട്സോ? പെണ്ണൊരുത്തി ഒറ്റയ്ക്ക്? ചോദിച്ചപ്പോ കസിനാണത്രേ. ഏത് കസിൻ? ഇത് കസിനൊന്നുമല്ല. തത്തമംഗലത്തുനിന്ന് രമയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തുണ്ടായാലും അവൻ നിന്നോട് പറയണതല്ലേ. ഇതെന്തുകൊണ്ട് അവൻ പറഞ്ഞില്ല? കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് താമസിപ്പിക്കാനാണ് ഒറ്റയ്ക്ക് കാട്ടിപ്പോയി കഴിയണത്. രഘുവിനെ കുറിച്ച് അങ്ങനെ പറയരുത്. അവന് നമുക്കറിഞ്ഞൂടെ? കല്യാണത്തിന് ഇനി 2 ആഴ്ച ഉള്ളൂ. നിൽക്കാൻ സമയമില്ലാത്തോലെ ഇന്ന് അവൻ ഓടിയില്ലേ? എന്തിന്? കൊണ്ടുവന്ന് പാർപ്പിച്ചേക്കുമല്ലേ. അവൻ ആ ലേഖയും വഞ്ചിക്കുമല്ലേ റാസ്കൾ. പതുക്കെ അമ്മ ഉണരും. ഹരിയേട്ടൻ വിചാരിക്കണോലൊന്നുമില്ല. അവൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ആരാണ് ആ സ്ത്രീ? എന്തിനവളെ രഹസ്യമായി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു? ഹരിയേട്ടൻ ദേഷ്യപ്പെടരുത്. എങ്ങനെ ഒരു സ്ത്രീ അവന്റെ വീട്ടിൽ വന്ന് പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊന്ന് കൊണ്ടുപോയിക്കോളും. ഓ, അപ്പൊ നീയൊക്കെ അറിഞ്ഞിരുന്നോണ്ടാണല്ലേ? അവൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അല്ലാതെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. എങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? ഹരിയേട്ടൻ ഇപ്പൊ പോരുത്. അമ്മ അറിയും, മറ്റു പലരും അറിയും. അറിയട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അറിഞ്ഞാലെന്താ? എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം, അല്ല ഞാൻ വിശ്വസിക്കില്ല.
ഹരിയേട്ടന് എന്നെ വിശ്വാസമുണ്ടോ? മാലുവിനെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയണു, നമ്മുടെ രഘു തെറ്റുകാരനല്ല. മോള് വിഷമിക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അവന്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് വന്നിട്ട് പോകാൻ എത്ര സമയം വേണം? ഇപ്പൊ എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് വേണ്ട. രഘുവിനോടല്ലേ പിണക്കം? ഞങ്ങളോടൊക്കെ എന്തിനാ പിണങ്ങണേ? അവക്ക് പിണക്കൊന്നുമില്ല. നീ ഇങ്ങോട്ടാ പിടിക്ക്. പോത്ത് പോലെ വളർന്നിട്ടും കൊച്ചു കുട്ടികളെ മാതിരിയാ. ഇന്നലെ ഒരു വസ്തു കഴിച്ചിട്ടില്ല. പറഞ്ഞാ മനസ്സിലാവണ്ടേ? രഘു വന്നിട്ട് പോകുന്നു കരുതിയില്ല. ഇവിടെ കാണുന്ന വിചാരിച്ചത്. അവൻ ഇനി എന്നാ വരിക? അവനെ കൊണ്ടുവരാനാ ഏട്ടൻ പോയിരിക്കണേ, അല്ലേടി? അതെ. ഇന്നലെ വന്നുപോയ ആളെ ചെന്ന് കൊണ്ടുവരണോ? നീ ഒറ്റയ്ക്കാ വന്നേ? കുട്ടികളെ എന്റെ അമ്മയും കൊണ്ടുവന്നില്ലേ? കുട്ടികൾക്ക് ക്ലാസ്സില്ലേ അമ്മേ? ഞങ്ങൾ രണ്ടാളും കൂടി ലീവ് എടുത്തു വന്നാൽ ശരിയാവില്ല. ആഹാ, മണവാട്ടി ഉണ്ടല്ലോ. എന്റെ അമ്മായി, ഞാൻ അമ്മായിയെ കണ്ടെന്ന് അഭിനന്ദിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പോഴെങ്കിലും അമ്മായിയുടെ മനസ്സൊന്ന് മാറിയല്ലോ. എന്റെ മനസ്സല്ല മാറിയത്, ഇവളുടെ മനസ്സാ. ഗവേഷണത്തിൽ നിന്ന് മാറി മാറി പോവുക. പ്രൊഫസർ കുമാരപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവേഷണം. അതെന്താ ഇൻവിറ്റേഷൻ കാർഡാ? ആ അതെ, നോക്കിയമ്മേ. എഴുതി ഏട്ടൻ ലീവ് എടുത്തു പറഞ്ഞിട്ട് എവിടെ? ഏട്ടൻ നെല്ലിയാമ്പതിക്ക് പോയി. നെല്ലിയാമ്പതിക്കോ? എന്തിന്? വെറുതെ രഘുവിന്റെ അടുത്ത്. ആരാടി നീ? എന്ത് ഭ്രാന്താടി കാട്ടിയെ? അതാരാന്നാ നീ വിചാരിച്ചേ? എന്റെ ഏട്ടനാ. ഏട്ടനോ? ആരായാലും അവനെ ഞാൻ കൊല്ലും. നിന്റെ കുടുംബക്കാര് മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല. അതിന് മാത്രം എന്ത് തെറ്റാടി എന്റെ ഏട്ടൻ നിന്നോട് ചെയ്തത്? എന്താ നിനക്ക് പിടിച്ചോ? എടി കല്ലു, എന്താടി ഇവിടെ ഉണ്ടായേ? യശ്മ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാടി എന്റെ ഏട്ടന് നേരെ നീ ചാടിയത്? എന്റെ ജീവിതം തകർത്തവരിലെ ഒരാൾ അയാളാണ്. നിന്റെ ജീവിതം തകർക്കേ എന്റെ ഏട്ടനോ? തോന്നിയാസം പറഞ്ഞ ചവിട്ടി ഞാൻ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെ നെല്ലിയാമ്പതി കാട്ടിലെത്തിയെന്ന്? പറയാം, കേട്ടോളൂ. കഴിഞ്ഞ 10-ാം തീയതി ട്രിവാൻഡ്രം മെയിലിന് മദ്രാസിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞാൻ. ഏത് നിമിഷവും ഒമേഗ ട്രാവൽസുകാര് എന്നെ പിടികൂടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. ട്രെയിനിൽ ഞാൻ ഉറങ്ങിയില്ല. പാലക്കാട്ട് എത്തിയപ്പോൾ വെളുപ്പിന് 3:30 മണി. എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ആരോ 2 പേർ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. വണ്ടി വിടുമ്പോ അവരെന്റെ കമ്പാർട്ട്മെന്റിൽ കയറുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബാഗ് എടുത്ത് റെയിൽപാളത്തിൽ ഇറങ്ങി ഓടി. Stop, stop! Please stop!
എനിക്കൊരു ലിഫ്റ്റ് തരുമോ? പാവം കൊണ്ടുപോകാല്ലേ? ആ നിന്റെ ഇഷ്ടം. കേറിക്കോളൂ. ട്രിവാൻഡ്രമേലിന് വന്ന് ഇറങ്ങിയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? വെറുതെ ഊഹിച്ചുന്നേ. എങ്ങടാ പോണേ? തൃശ്ശൂർക്ക്. പിന്നെന്താ ഇവിടെ ഇറങ്ങിയേ? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. എന്താ പേര്? ലക്ഷ്മി. അതൊരു അഡ്ജസ്റ്റ്മെന്റ് പേരാന്ന് തോന്നുന്നു. സാരില്ല, വിളിക്കാൻ ഒരു പേര് വേണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ലക്ഷ്മി ധാരാളം. കാഴ്ചയ്ക്കും ലക്ഷ്മി തന്നെ അല്ലേ? ഈ നേരത്തിന് ഇപ്പൊ തൃശ്ശൂർക്ക് ബസ് കിട്ടുമോ? എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. അതൊരു മര്യാദകേടല്ലേ? ഞങ്ങളുടെ വീടും പാലക്കാട് തന്നെയാ. നേരം വിളിച്ചാകുമ്പോ കുളിച്ച് ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ച് ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിടാം. എന്താ ചേച്ചി? അയ്യോ, അത് വേണ്ട. അത് മതി. ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, ഞാനില്ലേ കൂടെ. പിന്നെന്താ? നല്ല ചന്തം. എന്തിനാ പേടിക്കണേ? ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലല്ലേ? നേരം എന്തായിന്നാ കരുതിയേ? 10 മണിയായി. നിങ്ങൾ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോണം. ഇത് ലക്ഷ്മിയുടെ മുറിയല്ലല്ലോ, എന്റെ ബംഗ്ലാവല്ലേ. എന്റെ ബംഗ്ലാവിൽ വന്നിട്ട് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം കാട്ടാണ്ട് പോണത് ശരിയാണോ? ഇത് ചതിയാണ്. ഞാൻ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കും. ഇവിടെ മയക്ക് കെട്ടി ബഹളം ഉണ്ടാക്കിയാൽ പോലും നാട്ടുകാരറിയില്ല. ഈ 25 ഏക്കറിന്റെ ഉള്ളില് ഞാനും ജെസിയും ഈ ലക്ഷ്മി മാത്രം. തുടരുതന്നെ. തൊട്ട പിന്നെ ജീവിച്ചിരിക്കില്ല. ഇവിടെ കിടന്ന് ചാവും ഞാൻ. എന്തിനാ ഗംഗേട്ട ആ കുട്ടിയെ പേടിപ്പിക്കണത്? ഇതൊക്കെ ഈ ഗംഗേട്ടന്റെ ഓരോ തമാശയാ. ഗംഗേട്ടൻ പോ അപ്പുറത്ത്. ലക്ഷ്മി കുളിച്ച് റെഡിയായി പോട്ടെ. ചെല്ലേ. ഓ, നിങ്ങള് പെണ്ണുങ്ങള് തമ്മിൽ ചേർന്നപ്പോ ഈ ഉള്ളവൻ ഔട്ട്. അയാള് നിങ്ങളുടെ ഭർത്താവല്ലേ? എന്റെയും ഭർത്താവാണ്. ഞാനിവിടെ ഉള്ളപ്പോ ലക്ഷ്മി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ രസം. ദാ ഈ കാപ്പി കുടിക്ക്. എന്നിട്ട് കുളിച്ച് വേഷം മാറി വേഗം സ്ഥലം വിട്. എങ്ങനെയുണ്ട്? കയ്പുണ്ടോ? എനിക്ക് കാപ്പിക്ക് ഇത്തിരി കടുപ്പം കൂടുതൽ വേണം. അയാൾ വരണത് ഞാൻ കണ്ടു. കുളിക്കുമ്പോ ഞാൻ ആകെ തളരാൻ തുടങ്ങി. തല തോർത്തിയതും ഡ്രസ്സ് മാറിയതും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓർമ്മ കിട്ടണത് ഈ വീട്ടിൽ വെച്ചാ. അതിനിടയിൽ ആരൊക്കെ എന്റെ അടുത്ത് വന്നുപോയി. നിങ്ങളുടെ ഏട്ടന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോ ശരിക്കും ഓർമ്മയുണ്ട്. അയാൾ എന്നെ